പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ കാലതാമസം വരുന്നത് സ്വാമിക്ക് മൊബൈലിനെ കുറിച്ചുള്ള ABCD അറിയില്ല. ഒരാളുടെ സഹായം കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. ചാനൽ പിടിച്ചു കൊടുക്കും, ബാക്കിയെല്ലാം അദ്ദേഹമാണ് ചെയ്യുന്നത്. അദ്ദേഹം സ്ഥലത്തില്ല, ഇടയ്ക്കിടയ്ക്ക് വന്ന് ജോലി കാരണം കുറച്ച് ദൂരെയാണ്, ഇടയ്ക്കിടയ്ക്ക് വരും. അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത്. അതുകൊണ്ടാണ് കാലതാമസം. ഇന്ന് രാമായണത്തിനെ കുറിച്ചാണ് അല്പം പാരായണം ചെയ്യുന്നത്. കർക്കിടക മാസം വരുന്നതിനാൽ അനുജന് ജ്യേഷ്ഠൻ കൊടുക്കുന്ന വലിയൊരു ഉപദേശമാണ്. അത് വായിച്ചത് കൊണ്ട് കാര്യമില്ല, വിചാരം ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു സമ്പത്തായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിനെ നമുക്കൊരു അല്പഭാഗം വിചാരം ചെയ്യാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. വത്സ സൗമിത്രേ കുമാരാനി കേൾക്കണം, നിന്നുടെ മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ. നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാലസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിത് കേൾക്കനീ. ദർശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നായിലേതൽ പ്രയാസം തവ യുക്തം അതല്ലായിൽ എന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാസഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്കനെ. ഭഗ്നേ സംതബ്ധരോഗ സദാഭുബിന്ദുനാ സന്നിവം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണകളസ്തമാം ദുർധരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ. കാലായിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ നേടുന്നു. പുത്രമിത്രാർത്ഥകളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്കനെയും. പാന്തർപ്പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും സഞ്ചലമാലയ സംഗമം. ലക്ഷ്മിയും മധ്യതയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്ന സമാനം കളത്ര സുഖം നിർണാമൽപായുസ്സും നിരൂപിക്ക ലക്ഷ്മണം. രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുഗ്രമിച്ചിടുന്നു. ആദിത്യദേവനുദിച്ചതു വേഗേന യാദവപതിയിൽ മറഞ്ഞിതു സത്വരം. നിദ്രയും വന്നിതുദയ ശൈലോപരി വിധൃതം വന്നിതു പിന്നെയും ഭാസ്കരൻ. ചിത്തം മതേ ഭ്രമമുള്ളൊരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല. കാലാന്തരം ആയുസ് പോകുന്നതേതും അറിവില്ല. മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോട് ജരാനരയും പൂണ്ട്. തീർത്ഥമോകേന മരിക്കുന്നിതോ ചിലർ. നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കേ പുനർത്തറിയുന്നില്ല മായാതൻ വൈഭവം. ഇപ്പോൾ ഇത് പകൽ, പിൽപ്പാട് രാത്രിയും, പിൽപ്പാട് പിന്നെ പകലും ഉണ്ടായി വരും.
ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽ പുരുഷൻ ഗതിയേതുമറിയാതെ കാലസ്വരൂപനാം ഈശ്വരൻ തന്നുടെ ലീലാവിശേഷങ്ങൾ ഒന്നുമോരായാൽ ആമകും പാമ്പു സമാനമായുസുടൻ പോമതേതും ധരിക്കുന്നതെല്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്ന് ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാക്രിയെ പോലെ ജരയും അടുത്ത് വന്ന് ആക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ചിത്രവും പാർത്തുള്ളിരിക്കുന്നു ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നാം രേഡിതം കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോയിലാം വെന്ത് വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിന്ന് കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം മാംസരക്താസ്തി വിൺമൂത്ര രേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായോര് കായം വികാരിയായുള്ളോ നിന്നത് ധ്രുവം ദേഹാഭിമാനം നിമിത്തമായി സുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നിനി മാനസധാര്യൻ നിരൂപിച്ചതും തവ ജ്ഞാനമില്ല എന്നറിയനീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനി നാം രോഷേണ വന്നനുഭവിക്കുന്നിതോർക്കനി ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹ മാതാമാ വിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹയകന്ത്രിയായുള്ളത് വിദ്യ കേൾ സംസാരകാരിണിയായ വിദ്യയും സംസാരനാശിനിയായത് വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയായിൽ വിദ്യാവേശം ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതും തത്ര കാമക്രോധലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയനേ മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറിയടോ മാതാപിതൃഭ്രാതൃമിത്രസൈകളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതൂപ്പുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നിർണാം സംസാരബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കേണം ബുധജനം ക്രോധമല്ലോ യമനായത് നിർണയം വൈരണ്യാഖ്യയാകുന്നത് തൃഷ്ണയും സന്തോഷമാകുന്നത് നന്ദനം വനം സന്തതം ശാന്തിയെ കാമസുരഭീക്കേൾ ചിന്തിച്ച് ശാന്തിയെ തന്നെ ഭജിക്കനി സന്താപമെന്നാൽ ഒരു ജാതിയും വരാം ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആകന്തമേലെ വസിപ്പതാത്മാവ് കേൾ ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം പരം നിർവികാരം ഘനം സർവൈക കാരണം സർവജഗന്മയം സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേതസി ഭാവിച്ചു കൊഴുകനി സാരജ്ഞനായ നീ കേൾ സുഖ ദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മയമാചരിച്ചിടുകന്നേ ഓരോ കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യെ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ളോരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനീ പറഞ്ഞതെല്ലാം എതരിച്ചതൽ ജ്ഞാനസ്വരൂപം വിചാരിച്ച് സന്തതം മാനത്തെയൊക്കെ ത്യജിച്ച് നിത്യം പരമാനന്ദം ഉൾക്കൊണ്ട് മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാത് കളകനി മാനമല്ലോ
പരമാപദമാസ്പദം സൗമ്യത്തെ തന്നോടി വണ്ണം അരുൾ ചെയ്തോ സൗമുഖ്യമോട് മാതാവോട് ചൊല്ലിനാൻ. ഹരി ഓം. പുണ്യാത്മാക്കളെ ഇതിനെ വിചാരം ചെയ്യുക, ചെയ്ത് ആ രീതിയിൽ ജീവിതം ധന്യമാക്കുകയാണെങ്കിൽ ജീവിതത്തിലെ ക്ലേശങ്ങളെല്ലാം മാറിക്കിട്ടും. ഇതാണ് ഈ ഉപദേശം കൊണ്ടുള്ള പുണ്യം. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ഹരി ഓം.